ഇന്ന് നമ്മുടെ ഓഫീസിൽ നിന്ന് സുബീഷും അക്ഷരയും റിസൈൻ ചെയ്ത് പോവാണ് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഫെയർവെല്ലാണ് ഞങ്ങൾ സെറ്റ് ചെയ്തെടുക്കണത് കേട്ടോ. അപ്പോൾ സുബീഷ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്സൊക്കെ കണ്ടിട്ട് ഒന്ന് വണ്ടറടിച്ചിരിക്കുകയാണ്. അത്ര വലിയ അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും അതൊക്കെ ഒരു സന്തോഷമാണല്ലോ. എല്ലാവരും അവരെ കണ്ടപ്പോൾ അവൻ റിസൈൻ ചെയ്ത് പോയിട്ട് വേറെ സ്ഥലത്ത് കയറി കേട്ടോ, ട്രിവാൻഡ്രത്ത് കയറി വർക്കിനെ. അപ്പോൾ അവൻ്റെ വിശേഷങ്ങളെല്ലാം അവന് ചോദിച്ചറിയാണ്. അപ്പോൾ അക്ഷര അവിടെ സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അവനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ അമൃതേശി അവനെ കുറിച്ചിട്ട് കുറച്ച് എന്താ പറയുക, അവരുടേതായിട്ടുള്ള ചില മൊമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഷെയർ ചെയ്യണം നമ്മളോട് കേട്ടോ. അവർ 3.5 വർഷമായിട്ടുണ്ട് ഇവിടെ സെയിൽസ് എൻജിനീയറായിട്ട് വർക്ക് ചെയ്യണത്. അങ്ങനെ സാറിന് നല്ല വിഷമമുണ്ട്. സാറും അവൻ്റെ അപ്പോൾ നിമിഷങ്ങളെ കുറിച്ചിട്ട് നമ്മളെ അടുത്ത് പങ്കുവയ്ക്കുകയാണ്. സാറിൻ്റെ വൈഫും മോളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പരിപാടിക്ക്. നമ്മുടെ എല്ലാ സ്റ്റാഫുകൾക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് പേർക്ക് ട്രിവാൻഡ്രത്ത് വർക്ക് ഉണ്ടായിരുന്നു, നമുക്കൊരു പ്രൊജക്റ്റ് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എത്താൻ പറ്റിയില്ല. എല്ലാവരും വെച്ചിട്ട് നമ്മൾ ചെയ്തു. അധികം ഡിലേ ആവാനും പറ്റില്ലല്ലോ, അവനെ വർക്കിന് പോകും വേണം. സുബീഷ് വേറെ വർക്കിന് കയറിയ കാരണം കൊണ്ട് ലീവൊന്നും പെട്ടെന്ന് കിട്ടൂല. അക്ഷരയ്ക്കായാലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ സാറിൻ്റേതായിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഇങ്ങനെ പറഞ്ഞ് എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കാകെ ഒരു സങ്കടം വന്നിട്ടിരിക്കുകയാണ്. സുബീഷിനും എന്താ പറയേണ്ടതെന്നൊന്നും കിട്ടുന്നില്ല. അവൻ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ വാക്കുകളൊന്നും കിട്ടുന്നില്ല, എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല, കണ്ണ് നിറയാണ്. അപ്പോൾ പിന്നെ നല്ല ചിരിച്ചിട്ടൊക്കെ പറയണമെന്നുണ്ടെങ്കിലും ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ട്. ഞാനും സുബീഷും അധികം മാസങ്ങളൊന്നും വർക്ക് ചെയ്തിട്ടില്ല, ഒരു 5-6 മാസങ്ങൾ ഒരുമിച്ചുണ്ടായിട്ടുള്ളൂ. അപ്പോഴേക്കും അവൻ റിസൈൻ ചെയ്ത് പോവുകയാണ് ഉണ്ടായത്. ഞാൻ അവിടെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 9 മാസം 10 മാസത്തിൻ്റെ അടുത്തേക്ക് ആവുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ചെറിയ കാലഘട്ടത്തിലുള്ള ഒരു റിലേഷനാണ് ഞങ്ങൾ തമ്മിൽ. എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരാളും കൂടിയായിരുന്നു. ഞാൻ ഇവിടെ ബ്ലൂ സോണിലെ HR ആയിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ സമലാണ്, പ്രൊജക്റ്റ് എൻജിനീയറാണ്. അവനും സുബീഷും നല്ല കൂട്ടായിരുന്നു. അപ്പോൾ അവർ ട്രിപ്പിന് പോയ കഥകളും അവിടെ ഉണ്ടായ കുറച്ച് ഫണ്ണി മൊമെൻറ്റ്സൊക്കെ നമ്മുടെ അടുത്ത് പറയുകയാണ്. സാറിനെയൊക്കെ എല്ലാവർക്കും നല്ല കാര്യമായിരുന്നു കേട്ടോ. ഇവിടെ അക്ഷര എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര പേടിയുള്ള ടൈപ്പായിരുന്നു, അധികം സംസാരിക്കില്ല, അങ്ങനത്തെ ഒക്കെ ഒരു ടൈപ്പാണ് അക്ഷര കേട്ടോ. അങ്ങനെ എല്ലാവരും അവരൊക്കെ പറയണത് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ അരുണേട്ടൻ നമ്മുടെ സ്ഥാപനത്തിൽ ഏറ്റവും സീനിയറാണ് കേട്ടോ. ഒരുപാട് വർഷമായിട്ടുണ്ട്. അരുണേട്ടനാണ് ഏറ്റവും സീനിയറായിട്ടുള്ളത്. അപ്പോൾ അരുണേട്ടനും അവനും തമ്മിലുള്ള ഓരോ ഓർമ്മകളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. അക്ഷരയ്ക്ക് എന്താ പറയാൻ കിട്ടേണ്ടതെന്ന് അറിയണില്ല, പ്രസംഗിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് മൂപ്പര് അവിടെ ഞെളിപിരി കൊള്ളുന്നത്. മൈക്കെടുത്ത് പ്രസംഗിക്കാനൊന്നും എനിക്കറിയില്ല, ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് കൂടുന്നത്, അങ്ങനെയൊക്കെ ഓരോ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. നമുക്കെല്ലാ സ്റ്റാഫുകളും വരാത്തതിൽ ഭയങ്കര സങ്കടമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, വർക്കും വേണമല്ലോ, വർക്ക് ചെയ്യാണ്ടിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അവരെയും ഈ ഒരു പാർട്ടിയിൽ നമ്മൾ മിസ് ചെയ്തു നന്നായിട്ട്. മേഡം നല്ല കമ്പനിയാണ് കേട്ടോ. സാറ് മേഡമൊക്കെ നല്ല കമ്പനിയാണ്. അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എല്ലാവരും ഇവിടെ എത്ര നാൾ നിൽക്കാനുള്ള കാരണം കൊണ്ട് അവരുടെ ഒരു ബിഹേവിയറൊക്കെ തന്നെയാണ്. അങ്ങനെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കേക്കൊക്കെ കട്ട് ചെയ്യണതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്ക് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റുള്ള കേക്കായിരുന്നു. അങ്ങനെ അവരുണ്ടാവും. കേക്ക് സാറ് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഫുഡിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ തുടങ്ങി. അധികം ടൈമില്ലല്ലോ, നമ്മൾ 6 മണിക്കാണ് പരിപാടി സെറ്റ് ചെയ്ത്. അപ്പോൾ എല്ലാവർക്കും പോകാൻ ലേറ്റ് ആവണ കാരണം കൊണ്ട് അധികം ദീർഘിപ്പിച്ചില്ല, പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞ് വേഗം തന്നെ നിർത്തി. ഫുഡൊക്കെ നമ്മൾ വിളമ്പി ടേബിളിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓഫീസല്ല കേട്ടോ, നമ്മൾ കുന്നംകുളത്ത് തന്നെ ഒരു ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓഡിറ്റോറിയം ഉണ്ട്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തത്. സാർ പിന്നെ അവർക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബ്ലൂ സോണിൻ്റെ വക
ഒരു മൊമെൻറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക്. വാച്ച് രണ്ടുപേർക്കും നല്ല ഇഷ്ടമായി. രണ്ടാളും നല്ല ഹാപ്പി ആയിട്ടാണ് പോയത് എന്തായാലും.